നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ചൂടിലാണ്. പക്ഷേ രാവിലെ നല്ല മഴയുണ്ട്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരല്പം വൈകി ഇറങ്ങാം എന്ന് കരുതിയിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മൾ റവന്യൂ മന്ത്രി ശ്രീ കെ രാജനെ കാണുന്നത്. മീൻസ് ഇന്നിപ്പോൾ മഴയൊക്കെ കാരണം ഒരല്പം ഒന്ന് വൈകി പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. കുറച്ച് ദിവസമായിട്ട് ഇവിടെ ഉണ്ട് അല്ലേ? അതെ അതെ അതെ, കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ വന്നും പോയൊക്കെ ഇരിക്കുകയാണ്. ഇപ്പോൾ പിന്നെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. തെരഞ്ഞെടുപ്പ് നല്ല ചൂടിലായി. ഇന്നലെയൊക്കെ ഉള്ള യോഗങ്ങളിലൊക്കെ പലയിടത്തും കുടുംബയോഗങ്ങളിലൊക്കെ പോകുമ്പോൾ ആളുകളെല്ലാം ശരിക്കും തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മൂഡിലായി. അപ്പോൾ അത് ഒരു നല്ല രാഷ്ട്രീയം താഴെ ചർച്ച ചെയ്യാനുള്ള ശ്രമകരമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചെയ്യുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു പ്രത്യേകത, യഥാർത്ഥത്തിൽ കേരളം, പ്രത്യേകിച്ച് നിലമ്പൂർ, ഇടതുപക്ഷവും ഇടതുപക്ഷ വിരുദ്ധരും തമ്മിലുള്ള ഒരു 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 സമരമായിട്ട് അല്ലെങ്കിൽ ഒരു യുദ്ധമാക്കി ഇതിനെ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയോട് ഞങ്ങളുടെ അഭ്യർത്ഥന നല്ല രാഷ്ട്രീയം പറയാനാണ്. ആ രാഷ്ട്രീയ സംവാദത്തിൻ്റെ നല്ല സാധ്യത നിലമ്പൂരിലുണ്ട്. പക്ഷെ അത്തരം ഒരു സംവാദത്തിന് തയ്യാറാകാതെ ഗവൺമെൻറ്റിനെ അവഹേളിക്കുക എങ്ങനെ എന്ന് ശ്രദ്ധിക്കുകയും ഒരിക്കലും കൂട്ടുകൂടാൻ പറ്റാത്തവരുമായി പോലും കൂട്ടുകൂടിയാലും ഈ തെരഞ്ഞെടുപ്പ് അത്തരത്തിലുള്ളൊരു ബാലികേറ മലയാണ് എന്ന് സ്വയം തന്നെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന വിധത്തിലുള്ളൊരു അനുഭവത്തിലേക്കാണ് ഇതിനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അത് വളരെ അപകടകരമാണ്. ഇത് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ ഇതിലെ പ്രശ്നം. കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യവും കേരളം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതനിരപേക്ഷ മൂല്യവുമുണ്ട്. യഥാർത്ഥത്തിൽ ഈ ഗവൺമെൻറ് കേരളത്തിൻ്റെ മുമ്പിൽ വികസനം മാത്രം പറയുന്ന ഒരു ഗവൺമെൻറ് അല്ല. അതിനേക്കാൾ ഉപരിയായി ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു ജനാധിപത്യ മതേതര ബദൽ കേരളം എല്ലാ കാലത്തും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ശക്തരായിട്ടുള്ള വക്താക്കളായിട്ട് നിൽക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും അഭിലഷണീയമായിട്ടുള്ള കാര്യം. ആ ഘട്ടത്തിൽ പോലും കേവല തിരഞ്ഞെടുപ്പ് വിജയം ഒരു ലക്ഷ്യമാക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് നല്ല രാഷ്ട്രീയം താഴത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള കഠിന പ്രയത്നമാണ് ഇടതുപക്ഷ ജനാധിപത്യം. അതായത് പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഈ സർക്കാരിനെ ഘടനാപരമായും ഉള്ളടക്കത്തിൽ നിന്നും ചോദ്യം ചെയ്യാനോ അല്ലെങ്കിൽ പ്രചാരണ വിഷയങ്ങളാക്കാനോ കഴിയുന്നേയില്ല എന്നാണോ ഞാൻ പറഞ്ഞത്? 9 വർഷക്കാലത്തെ കേരളത്തിൽ നടത്തിയ ഈ ഗവൺമെൻറ്റിൻ്റെ വികസന പ്രവർത്തനങ്ങളെക്കുറിച്ചോ ആ വികസന പ്രവർത്തനങ്ങളോട് ഗവൺമെൻറ് എടുക്കുന്ന ഒരു നയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പൊതു സാഹചര്യത്തിൽ ഇടതുപക്ഷം എടുക്കുന്ന നയപരിപാടികളെക്കുറിച്ചോ അല്ല പ്രധാനമായിട്ടും ചർച്ച തുടങ്ങുന്നത്. ഏറ്റവും അപകടകരമായി കണ്ടൊരു കാര്യം, ഇതിൻ്റെ ആരംഭം മുതൽ നാളികേരം ഉടച്ച് തന്നെ പെൻഷൻ ഒരു കൈക്കൂലിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ്. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ അവസാനം ജമായത്തെ ഇസ്ലാമിയെ ഘടകകക്ഷി പോലും ആക്കാൻ മടിയില്ല എന്നുള്ള വിധത്തിലുള്ള പ്രസ്താവനകൾ വരെ എത്തി നിൽക്കുമ്പോൾ ഒരു ഘട്ടത്തിലും UDF ഈ ഗവൺമെൻറ്റിനോടോ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിനോടോ നേർക്ക് നേരെ നിന്ന് ഒരഭിപ്രായം പറയാനോ സംവദിക്കാനോ ഉള്ള തയ്യാറെടുപ്പ് നടത്തുന്നില്ല. അതൊരു വളരെ ഡേഞ്ചറസാണ്. ഇലക്ഷനിൽ ആര് ജയിക്കും തോൽക്കും എന്നുള്ളത് മാത്രമായി UDF പോലെ ഒരു മുന്നണി അങ്ങനെ എടുക്കാമോ എന്ന് മാത്രമല്ല, പരാജയ ഭീതിക്ക് മറുപടി ഇതാണോ? അങ്ങനെയല്ല എന്നെനിക്ക് തോന്നുന്നു. വന്നിറങ്ങി തന്നെ കളം ക്ലിയർ അല്ല എന്ന് മനസ്സിലാകുമ്പോൾ അതൊരു തെറ്റായ വിധത്തിലുള്ള പ്രചരണം നടത്താനും വിശ്വസിക്കാനും കൂട്ടാനും പറ്റില്ല എന്ന് അവർ തന്നെ പറഞ്ഞവരെ കൂട്ടിച്ചേർക്കാനും ഒക്കെ ശ്രമിക്കുമ്പോൾ കേരളം വളരെ ഭീതിയോടെ ഇപ്പോൾ കാണുന്നൊരു കാര്യം, മണ്ണും ആരോഗ്യവും വിദ്യാഭ്യാസവും ഒക്കെ മനുഷ്യന് കൊടുത്ത ഒരു ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ 59 രൂപീകരിച്ച ഒരു വിമോചന സമര മുന്നണി പോലെ ഒരിക്കലും കൂടിച്ചേരാൻ പറ്റാത്ത ഘടകങ്ങളെ മുഴുവൻ കൂട്ടിച്ചേർത്ത് ഏതാണ്ട് ആ ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന് പറയുന്ന ഒരു ഗവൺമെൻറ്റിനെ ആക്രമിക്കാനുള്ള ശ്രമം നടത്തുന്നു. അത് ജനങ്ങൾ പൊറുക്കുമെന്ന് 59 നിന്ന് ഭിന്നമായിട്ടുള്ളൊരു സാഹചര്യം വെച്ചാൽ അങ്ങനൊരു രാജ്യത്തെ തന്നെ ഒരു പരമാധികാര രാഷ്ട്രീയ നേതൃത്വമായി ഇന്നത്തെ കേരളത്തിലെ പ്രതിപക്ഷം UDF നിൽക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് ഈ ജമാഅത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടിയും അവരാകെയും അവരുടെ ഒരു വർഗീയ പശ്ചാത്തലം പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്ന് അദ്ദേഹം അവർക്കൊരു ക്ലീൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന നിലയിൽ പ്രതികരിച്ചു. പക്ഷേ അതിനെതിരെ അതിശക്തമായ വിമർശനം എല്ലാ കോണിൽ നിന്നും ഉയരുന്നു എന്നത് പ്രത്യാശ നൽകുന്നതാണോ? അത് മുസ്ലിം മതസംഘടനകളാകട്ടെ, സാമുദായിക സംഘടനകളാകട്ടെ, ഇതര വിഭാഗങ്ങളിൽ നിന്നാകട്ടെ, രാഷ്ട്രീയമായിട്ടാകട്ടെ? അല്ല, അതാണ് കേരളത്തിൽ മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഇച്ഛാശക്തി. ഏത് കാലത്തും ഒരു ഫാസിസ്റ്റ് ഗവൺമെൻറ് നടത്തുന്ന പിന്നെ പൗരത്വ ഭേദഗതി ബില്ലടക്കം മതന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടത്തുന്ന കനത്ത ആക്രമണത്തിൽ കേരളം ഒരു മതനിരപേക്ഷ പക്ഷമാണ് എല്ലാ കാലത്തും പിടിക്കാറുള്ളത്. ആർക്ക് അമ്പേറ്റാലും കേരളം ഒരു മനസ്സായി നിന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള നടപടി എടുത്തിട്ടുണ്ട്. പക്ഷേ
കെട്ടിവെച്ച് അല്ലെങ്കിൽ പൊക്കി കെട്ടിയിട്ടുള്ള കോട്ടകളൊക്കെ ഒറ്റ മിനിറ്റ് കൊണ്ടല്ലേ തകർന്ന് തരിപ്പണമായി വീണത്. ഇത്രയേ ഉള്ളൂ, ഇത്രയേ ചിന്തിക്കുന്നുള്ളൂ. അധികാരത്തിലേക്ക് വരാൻ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വിജയം കിട്ടാൻ ആരെയും കൂട്ടുകൂടാം എന്ന വിധത്തിൽ നടത്തുന്ന പ്രചരണത്തിനെതിരെ അക്ഷരാർത്ഥത്തിൽ മതന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ വലിയ പ്രതികരണം ഉണ്ടാകും. സത്യത്തിൽ ഇപ്പോൾ നമ്മുടെ പെൻഷൻ കൈക്കൂലിയാണെന്ന് പ്രഖ്യാപിച്ചല്ലോ. ഇത്തരമൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരഘട്ടത്തിൽ മതനിരപേക്ഷതയോട് ഏറ്റവും കടുത്ത ആക്രമണം നടത്തിയത് കോൺഗ്രസ് ആണ് എന്ന് പറയാതിരിക്കാൻ പറ്റുമോ? രാജ്യസഭയിൽ യഥാർത്ഥത്തിൽ മതനിരപേക്ഷ സംരക്ഷണത്തിനുണ്ടായിട്ടുള്ള 4 സീറ്റിൻ്റെ വ്യത്യാസം 3ആക്കി കുറച്ചതിൻ്റെ ഉത്തരവാദിത്വം യഥാർത്ഥത്തിൽ കോൺഗ്രസ് പറയേണ്ടതല്ലേ? കെ സി വേണുഗോപാൽ രാജ്യസഭയിൽ നിന്ന് ആ സീറ്റ് ഉപേക്ഷിച്ച് അതൊരു സീറ്റ് ഉപേക്ഷിക്കലല്ല, ഒരു സീറ്റ് ഉപേക്ഷിച്ച് മറ്റൊരു പാർട്ടിക്ക് എണ്ണം കൂടുതൽ മാത്രമല്ല, മതനിരപേക്ഷത കാക്കാൻ ഏറ്റവും കടുത്ത വിധത്തിൽ കൂട്ടിച്ചേർക്കാവുന്ന എല്ലാവരെയും കൂട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഘട്ടത്തിൽ അതിലൊരു ചതി ഉണ്ടാവുക എന്നുള്ളതാണ്. മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞ ചതിയുണ്ടല്ലോ, മതനിരപേക്ഷതയ്ക്ക് നേരെയുള്ള ആദ്യ ചതി ഇന്ത്യ മുന്നണിയിൽ നിന്നുകൊണ്ട് നടത്തി ആ ഘട്ടത്തിൽ കോൺഗ്രസ്. ആ ചതി മതന്യൂനപക്ഷങ്ങൾ മറക്കുമോ? കാരണം ഭരണഘടനയുടെ പ്രിയാമ്പിളിനെ പോലും ആക്രമിക്കും ഞങ്ങൾക്ക് രാജ്യസഭയിൽ കൂടി ഭൂരിപക്ഷം ഉണ്ടായാൽ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഈ ഒരു സമീപനം. അപ്പോൾ യഥാർത്ഥത്തിൽ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകരായി നിൽക്കേണ്ട സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് തീവ്രവാദവും സംഗീതം പോലെ ആസ്വദിക്കാൻ പറ്റും എന്ന് പറയുന്നത് ഒരു കാരണവശാലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ വിഷലിപ്തമായ പ്രചാരണം, മതസ്പർദ്ധ വളർത്തുന്ന പ്രചാരണം, ആ രീതിയിലേക്ക് ഇവിടെ പല കോണിൽ നിന്ന് ഉയരുന്നു. അതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുന്ന വാട്സപ്പ് നമ്പർ അടക്കം ചൂണ്ടിക്കാട്ടി LDF പോലീസിന് പരാതി കൊടുക്കുന്നൊരു സാഹചര്യവും ഏറ്റവും അവസാനം ഇപ്പോൾ നമ്മുടെ മുമ്പിൽ കാണുകയുണ്ടായല്ലോ. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടക്കൻ കേരളത്തിൽ നടത്തി വിജയിച്ചു എന്ന് കരുതുന്നവർ അതേ ഫോർമുലയുമായിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അവിടെ താൽക്കാലിക ചില വിജയങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നേടാൻ കഴിഞ്ഞു, അതൊരു ബേസിക്കായി കിട്ടി എന്നൊക്കെ ഉള്ളതുകൊണ്ട് അത് പ്രചരിപ്പിക്കാൻ നേതൃത്വം നൽകിയ സംഘം വളരെ അടിത്തറയോടെ ആ പ്രചരണ വിഭാഗത്തിന് നേതൃത്വം നൽകുകയാണ്. പക്ഷേ ഞാനതാ പറഞ്ഞത്, ഒരു നിലമ്പൂരിലെ തിരഞ്ഞെടുപ്പിനെ തികഞ്ഞ രാഷ്ട്രീയം പറയാനും സംശുദ്ധമായ രാഷ്ട്രീയം പറയാനും ഇപ്പോൾ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ പ്രത്യേകത അതാണല്ലോ. സ്ഥാനാർത്ഥി ഞാനൊരു ദീർഘമായ 2 പതിറ്റാണ്ടിലേറെ കാലത്ത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൻ്റെയും നിയമസഭയിലെ അടുപ്പമുള്ള ഒരാളാണ്. അമാന്യമായിട്ടുള്ള ഒരു വാക്കുപോലും അദ്ദേഹം ഒരു ഘട്ടത്തിലും പറഞ്ഞതായിട്ട് നിങ്ങളെവിടെയും കേട്ടിട്ടില്ല. ആ മാന്യമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകണം എന്ന ആഗ്രഹമാണ് സത്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത്. പക്ഷേ അത് തകർക്കാൻ കഴിയും വിധമുള്ള ശക്തി ഇതൊന്നും നിലമ്പൂരുകാരെ അങ്ങനെ ചെറുതായിട്ട് കാണാൻ പറ്റുമോ? നിലമ്പൂരുകാർ എത്ര മോശക്കാരാണ്, എന്ത് പറ്റിയപ്പം നടത്തിയാലൊരു പ്രശ്നമില്ലാത്ത, ഞങ്ങളങ്ങനെ അവിശ്വസിക്കുന്നില്ല. കാരണം നിലമ്പൂരിൻ്റെ മഹനീയമായിട്ടുള്ള പാരമ്പര്യമാണല്ലോ, അതിനങ്ങനെ അപമാനിക്കാൻ ആരെങ്കിലും തയ്യാറായാൽ ജനങ്ങളത് പൊറുക്കും എന്ന് ഞങ്ങൾ കരുതുന്നില്ല. ഞാനേതായാലും ചോദിക്കാൻ വന്നൊരു വിഷയത്തിലേക്ക് മിനിസ്റ്റർ നേരിട്ട് എത്തുകയും ചെയ്തു. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഇതിന് തൊട്ടു മുമ്പ് നടന്ന തൃക്കാക്കരയിലാവട്ടെ, പുതുപ്പള്ളിയിലാവട്ടെ, ഈവൻ പാലക്കാട്ടാകട്ടെ ഉണ്ടാകാത്തൊരു വലിയ പ്രചാരണം രൂപപ്പെട്ടു വന്നു കഴിഞ്ഞാൽ സ്വരാജിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ സ്വരാജ് നിയമസഭയിൽ ഉണ്ടാകേണ്ട ആളാണ്, കേരളത്തിൻ്റെ നിയമനിർമ്മാണ സഭയിൽ ഉണ്ടാകേണ്ട ആളാണ് എന്ന നിലയിലേക്കുള്ളൊരു വലിയ ചിന്താഗതി രൂപപ്പെട്ടിട്ടുണ്ട്. അത് നിലമ്പൂരിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വലിയ പ്രത്യേകതയാണ്. അത് ഞാനത് പറയാൻ കാര്യം, താങ്കൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത്, ഒന്നാം പിണറായി സർക്കാരിൻ്റെ, ഒന്നാം LDF കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ചീഫ് വിപ്പായിരുന്നയാളാണ്, ആ നിയമസഭയിൽ ഉണ്ടായിരുന്നയാളാണ് സ്വരാജ്. എങ്ങനെയാണ് അദ്ദേഹത്തെ ഈ പറഞ്ഞ ഒരു ചിന്താഗതി ഒരു മണ്ഡലത്തിൽ രൂപപ്പെടുമ്പോൾ, വോട്ടർമാർക്കിടയിൽ രൂപപ്പെടുമ്പോൾ അത് എത്രമാത്രം അതിന് സ്വാധീന ശേഷിയുണ്ട്? സ്വരാജിൻ്റെ ആ പ്രവർത്തനത്തെ ഓർത്തെടുത്തുകൊണ്ട് താങ്കൾ എന്ത് പറയും? അല്ല, ഞാൻ പറഞ്ഞത് സ്വരാജിനെക്കുറിച്ച് ആ വിധത്തിൽ അഭിപ്രായ വ്യത്യാസം പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നവർ, സ്വരാജ് ഒരു സാംസ്കാരിക പ്രഭാഷകൻ മാത്രമാണ്, മറ്റു കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് നിയമസഭയിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് അറിയാത്തതുകൊണ്ടാണ്. സ്വരാജ് ആധികാരികമായിട്ട് ലോകത്തുള്ള എല്ലാ വിഷയങ്ങളോടും നല്ല തുറന്ന വായനയോടും സമീപനത്തോടു കൂടി പ്രതികരിക്കും. പക്ഷേ അദ്ദേഹം പ്രതിനിധീകരിച്ച മണ്ഡലത്തിൻ്റെ ഓരോ പുൽക്കുടിയിലും നടത്തേണ്ട മാറ്റത്തെക്കുറിച്ച് ഏറ്റവും ആധികാരികമായി അറിയുകയും ഇടപെടുകയും ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. അവിടെ തൃപ്പൂണിത്തറയിൽ MLA ആയിട്ട് വന്നിട്ടുള്ള ആദ്യഘട്ടം, ഞങ്ങളൊക്കെ ഒരേ സമയത്ത് യുവജന സംഘടനാ ഭാരവാഹികളാണ്. അപ്പോൾ ഈ തൃപ്പൂണിത്തറയിലെ ഈ ടോള് പൂർണ്ണമായിട്ടും പിൻവലിക്കാൻ അദ്ദേഹം നടത്തിയ സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യത്തെ 6 മാസക്കാലത്തിന് മുമ്പ് തന്നെ അത് പിൻവലിച്ച് സഭയിലത് അതങ്ങ് പ്രഖ്യാപിപ്പിച്ച് അദ്ദേഹം അനുഭവിച്ച
ഒരു സന്തോഷമുണ്ട്. അപ്പോൾ സ്വരാജിൻ്റെ ഒരു അനുഭവം, ഞങ്ങളൊരുമിച്ച് സമരം നടത്തിയിട്ടുണ്ട്, അടി കൊണ്ടുണ്ട്, നിരാഹാരം കിടന്നിട്ടുണ്ട്, ജയിലിൽ പോയിട്ടുണ്ട്. നല്ല തീവ്രമായിട്ടുള്ള പോരാളിയാണ്. കേരളം കണ്ട ഏറ്റവും ഉജ്ജ്വലനായിട്ടുള്ള ഒരു യുവജന പോരാളിയാണ്. അതോടൊപ്പം നല്ല പരന്ന വായനയും ആ വായന ഉയർത്തുന്ന ഒരു സാംസ്കാരിക അടിത്തറയും ഒക്കെ സ്വന്തമാക്കി എതിരാളികൾ പോലും, ഇപ്പോൾ ഒരുപാട് എതിരാളികൾ അദ്ദേഹത്തെക്കുറിച്ച് പല ഘട്ടങ്ങളിൽ നടത്തിയ അതിലെല്ലാം സ്വരാജിനെ പോലെ ഒരാൾ വേണം എന്ന അഭിപ്രായമാണ് ഉയർന്നു വരുന്നത്. പിന്നെ അതുകൊണ്ടാണ് കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരും നിലമ്പൂരിൽ വന്ന് വോട്ട് ചേർത്തിയിട്ട് അഭിപ്രായം പറയാൻ പാടൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ. കേരളത്തിലെ മുഴുവൻ സാംസ്കാരിക പ്രവർത്തകരും ആ വിധത്തിലുള്ള അഭിപ്രായം രേഖപ്പെടുത്തുന്നത് സ്വരാജിലെ ഒരു ഉയർന്ന മൂല്യവും അയാളിലെ ഒരു ഉയർന്ന ജനാധിപത്യ ബോധവും അത്തരത്തിലുള്ളൊരു പോരാളിയും കണ്ടുകൊണ്ടാണ്. ഉറപ്പായിട്ടും 23-ാം തീയതി തെരഞ്ഞെടുപ്പ് ഫലം നിലമ്പൂരിന് നൽകാൻ പോകുന്നത് പുതിയ റോഡും പാലവും സ്കൂളുകളുടെ എണ്ണമല്ല, നിലമ്പൂരിൻ്റെ ആത്മാഭിമാന ബോധം അങ്ങ് ഉയരും. യഥാർത്ഥത്തിൽ സ്വരാജ് സ്ഥാനാർത്ഥിയിൽ നിന്നൊരു ജനപ്രതിനിധിയാകുന്നതോടെ എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ നിയമസഭയിൽ കേരളം സ്വരാജിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ അല്ല, മുഖ്യമന്ത്രി തന്നെ അങ്ങനൊരു വാചകമാണ്, ഒരു വാക്യമാണെന്ന് മണ്ഡലം കൺവെൻഷൻ നൽകിയത്. ഞങ്ങൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞാണ് ആ പ്രസംഗം അദ്ദേഹം അവസാനിപ്പിച്ചത്. മുഖ്യമന്ത്രി മാത്രമല്ല, മുഖ്യമന്ത്രി പറഞ്ഞതാണെങ്കിൽ പൊളിറ്റിക്കലായിട്ട് എടുക്കാം. മുഖ്യമന്ത്രി മാത്രമല്ല, കേരളത്തിൻ്റെ നിയമസഭയെ സാഗൂതം കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, പ്രത്യേകിച്ച് ഇത്തരം ഘട്ടത്തിൽ നടത്തേണ്ട വളരെ ഉജ്ജ്വലമായിട്ടുള്ള ചില നിയമസഭാ ഇടപെടലുകളെക്കുറിച്ച് ബോധ്യമുള്ളവരൊക്കെ സ്വരാജ് ഉണ്ടാകണം എന്ന് വളരെ ആധികാരികമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അത് സ്വരാജ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നത് ആ വിധത്തിൽ കൂടി നിയമസഭയിൽ ഒരു ശ്രദ്ധേയമായ ഇടപെടലുണ്ടാകാൻ വേണ്ടിയാണ്. അപ്പോൾ നിലമ്പൂരിലെ ഒരു സ്ഥാനാർത്ഥിയായി സ്വരാജ് വന്നതോടുകൂടി, സ്ഥാനാർത്ഥി മാത്രമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമാണ്, പക്ഷേ സ്വരാജ് കൂടി അതിനെ പ്രതിനിധീകരിക്കാൻ, ആ ഇടതുപക്ഷ വികസന ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കാനുള്ള ഒരു ചിഹ്നമായി സ്വരാജിന് ലഭ്യമായതോടുകൂടി അക്ഷരാർത്ഥത്തിൽ നാട്ടുകാരൻ ഉണരുകയാണ്. ഞാൻ സ്വരാജിൻ്റെ ഒപ്പം പഠിച്ചവരും പഠിപ്പിച്ചവരും ഒക്കെ ഒത്തുചേർന്ന ഒരു ചടങ്ങിലെ 1-2 അധ്യാപകരുടെ പ്രതികരണം കണ്ട് സത്യത്തിൽ എനിക്ക് കണ്ണ് നനഞ്ഞു പോയി. കാരണം കൊച്ചുകുട്ടിയായിരിക്കുന്ന കാലം മുതലുണ്ടായിരുന്ന അനുഭവങ്ങൾ എത്ര വാത്സല്യത്തോടു കൂടിയാണ് അവർ കാണുന്നത്. അത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പുതുമുഖമായി സ്വരാജ് കൂടി വന്നതോടുകൂടി നമ്മുടെ പോരാട്ടം, അതിൻ്റെ അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് മുന്നേറ്റം ഏറ്റവും ശക്തമാക്കി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമാണ്. ഇപ്പോൾ കേരളം മുഴുവൻ അറിയുന്ന ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞൊരു ദിവാകരൻ മാഷിനെയാണ്. ദിവാകരൻ മാഷ് ആ സ്കൂളിൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജില്ലാതലത്തിലെ യുറേക്ക മത്സരത്തിൻ്റെ വിജയിയായി സ്കൂളിനെ മാറ്റിത്തീർത്ത ആ കുഞ്ഞിനെ, ആ ചിത്രം ദിവാകരൻ മാഷ് ഒന്ന് സൂക്ഷിച്ചു. അപ്പോൾ മാഷ് പറയുന്നുണ്ട്, നമ്മളൊക്കെ അത് ചെയ്യുന്നത് നാളെ ഇങ്ങനെ ആയിത്തീരുന്നു കണ്ടിട്ടല്ല, പക്ഷേ മിടുക്കനായൊരു വിദ്യാർത്ഥി എന്ന നിലയിൽ ആ താളുകൾ മറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നതാണ്, സ്വരാജിനെ പോലുള്ളവർ ഭരണാധികാരികൾ അല്ലെങ്കിൽ നിയമസഭയിലേക്കൊക്കെ വരേണ്ടതുണ്ട് എന്ന് പറയുന്ന ഒരു അനുഭവം അതിനകത്ത് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതാവ്, ഈ സാംസ്കാരിക പ്രവർത്തകരും എഴുത്തുകാരുമൊക്കെ ഇത് പറയുമ്പോൾ അസ്വസ്ഥരാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയും വിയോജിപ്പും അവരുടെ സൈബർ ഇടങ്ങൾ കടന്നാക്രമണത്തിന്, അങ്ങനെ നിലപാടെടുക്കുന്നവരെ കടന്നാക്രമിക്കാൻ തയ്യാറാകുന്നു, അവർക്കതിന് പ്രേരണയായി മാറുന്ന ഒരു പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാനൊരു ചെറിയ കാര്യം കൂടി പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ കവി സച്ചിദാനന്ദൻ്റെ ചില നിലപാടുകൾ UDF പറഞ്ഞതിൽ സ്വീകാര്യമായി തോന്നിയപ്പോൾ ഞാൻ അദ്ദേഹത്തെ നമസ്കരിക്കുന്നു എന്ന് പറഞ്ഞാണ് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചത്. പക്ഷേ രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ നിലമ്പൂരിലായിരുന്നു വോട്ടെങ്കിൽ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ ഉണ്ടല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആലോചന വന്നല്ലോ, അത് തുടങ്ങി വെച്ചത് അദ്ദേഹമാണ്. അദ്ദേഹം ആഴ്ചകൾക്ക് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു. ആ പോസ്റ്റിൽ അദ്ദേഹം പറയുന്നു, എനിക്ക് 2 പേരെയും അറിയാം, സ്വരാജിനെ കണ്ടതായി പക്ഷേ ഓർക്കുന്നില്ല, പക്ഷേ ആര്യാടൻ ഷൗക്കത്തിനെ നന്നായി അറിയാം, പക്ഷേ നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ സ്വരാജിന് ചെയ്യുമായിരുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു ആലോചനയ്ക്ക് വഴിമരുന്നിട്ടത് സച്ചിമാഷാണ് താനും. പ്രതിപക്ഷ നേതാവ് താൽക്കാലികമായി പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹത്തെ നമസ്കരിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നുണ്ട്. എന്നാൽ പൊതുവിൽ എല്ലാവരും പറയുമ്പോൾ അദ്ദേഹം അസ്വസ്ഥനാവുകയും ചെയ്യുന്നുണ്ട്. താങ്കളുടെ സുഹൃത്തിനെക്കുറിച്ചാണ് എൻ്റെ ചോദ്യം. അസ്വസ്ഥത ഒരു അടയാളമാകരുത്, സ്വന്തമായിട്ട് അടയാളം ഉണ്ടല്ലോ, അതുപോലെ അസ്വസ്ഥത ഇങ്ങനെ അടയാളമാക്കി UDF അങ്ങ് കൊണ്ടു നടക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത് ആദ്യം മുതൽ. ഇപ്പം നമ്മുടെ പെൻഷൻ ഉണ്ടല്ലോ, ക്ഷേമ പെൻഷൻ, അത് യഥാർത്ഥത്തിൽ
5 മാസക്കാലം കുടിശ്ശിക ഉണ്ടായിരുന്നത് കേരളത്തിൻ്റെ നിയമസഭയിൽ റൂൾ 300 പ്രകാരം മുഖ്യമന്ത്രി കൊടുക്കും എന്ന് പറഞ്ഞാണ്. 2024 സാമ്പത്തിക വർഷത്തിൽ 2 ഗഡു അത് കൊടുത്തു തീർത്തു. 2023 സാമ്പത്തിക വർഷത്തിൽ 3 ഗഡു അതിൻ്റെ തുടക്കം കുറിച്ചു. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമെന്ന് പോലും അറിയാതെ ഏപ്രിൽ മാസത്തിൻ്റെ അവസാനത്തിൽ നമ്മൾ തീരുമാനിച്ചതാണ് മെയ് മാസത്തിൽ 2 കുടിശ്ശിക യും പിന്നെ നിലവിലുള്ളതും കൊടുക്കാൻ വേണ്ടി 900 ചില്ലാനം കോടി രൂപയാണ് ഒരു മാസം പിന്നെ പെൻഷൻ കൊടുക്കാൻ. അപ്പോൾ 2 മാസത്തെ, അതായത് ഒരു കുടിശ്ശിക കൂടി കൂട്ടണമെങ്കിൽ അത്രയും കാശ് കൊടുക്കണം. നിലമ്പൂരിലൊരു തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കുടിശ്ശിക കൊടുക്കുന്നു എന്ന് പറയുന്ന ഒരു അസ്വസ്ഥ മുതൽ ഈ സാംസ്കാരിക പ്രവർത്തകർ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, സാംസ്കാരിക പ്രവർത്തകർ അവരവരുടെ ഹൃദയത്തിലുള്ള അഭിപ്രായം പറയുകയാണ്. സച്ചി മാഷ് നേരത്തെ പറഞ്ഞ പോലെ സച്ചി മാഷ് വളരെ പ്രിയപ്പെട്ടവരാണ് ഞങ്ങൾക്കൊക്കെ, വായനക്കാർക്ക്. കേരളത്തിൻ്റെ വായനാനുഭവങ്ങളിൽ ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റാത്ത അത്രയും ശക്തമായിട്ടുള്ള, ഈ കാലത്ത് മാഷ് 3 ആഴ്ച മുമ്പത്തെ മാതൃഭൂമിയിൽ എഴുതിയ കവിത തന്നെ അത്ര കരുത്തോടു കൂടിയാണ് അദ്ദേഹം ഉള്ളതെന്ന്. ആ ഘട്ടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒരു വിഷയത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് അഭിപ്രായ വ്യത്യാസമല്ല, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അദ്ദേഹം രേഖപ്പെടുത്തിയാൽ അത് തങ്ങൾക്ക് അനുകൂലമാകുമെങ്കിൽ ബിഗ് സല്യൂട്ടും. സ്വരാജിന് ഇവിടെ ഉണ്ടെങ്കിൽ വോട്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ അദ്ദേഹം ഏറ്റവും നികൃഷ്ട ജീവിയുമായിട്ട് മാറുന്നത് യഥാർത്ഥത്തിൽ അസ്വസ്ഥമായിട്ടുള്ളൊരു മനസ്സിൻ്റെ പ്രതിബിംബങ്ങളാണിതൊക്കെ. അതൊക്കെ കേരളത്തിന് കണ്ടാൽ മനസ്സിലായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സൈബർ ഇടങ്ങളിൽ ഒരു രാഷ്ട്രീയമുണ്ടോ? സൈബർ ഇടങ്ങളിൽ ഏതെങ്കിലും രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നുണ്ടോ? വളരെ രസകരമായിട്ട് ആളുകൾക്ക് തോന്നുമെന്ന് കരുതുന്ന ചില പൈങ്കിളി കാഴ്ചകൾ അവതരിപ്പിച്ചുകൊണ്ട് ആധുനിക കാലത്തിൻ്റെ സൈബർ ഇടങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് എല്ലാവരെയും ചീത്ത പറയുക, ഏറ്റവും മോശമായ പ്രചരണം നടത്തുക, ചിന്തിക്കാൻ പോലും പറ്റാത്ത അസഭ്യങ്ങൾ എഴുതുക, അതൊക്കെ ഒരു വോട്ട് നാട്ടിലുണ്ടാക്കാൻ ശ്രമിക്കുമെന്ന് ഏത് തെരഞ്ഞെടുപ്പ് സ്കൂളിൽ നിന്നാണ് പഠിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തായാലും അത് ഗുണകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനമല്ല എന്ന് നിലമ്പൂരും കേരളവും വിലയിരുത്തി. ഈ നിലമ്പൂരിലെ ആദിവാസി ഭൂസമരം എന്ന് പറയുന്ന ഒരു പ്രശ്നം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചയാവുന്നുണ്ടല്ലോ. നിലമ്പൂർ ആദിവാസി ഭൂസമരം എന്നുള്ളത് അത് എങ്ങനെയാണ് മിനിസ്റ്റർ അതേക്കുറിച്ച് പറയുക? അല്ല, ഞാൻ പറഞ്ഞത് നിലമ്പൂരിൽ 570 ആദിവാസികൾക്ക്, ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് ഭൂമി കൊടുത്തിട്ട് ചെറിയ കാലമേ ആയിട്ടുള്ളൂ, ഒരു 1.5 വർഷക്കാലത്തിന് മുമ്പാണ് അത് കൊടുത്തത്. ഇനിയും ആദിവാസികളായിട്ടുള്ള ആളുകൾക്ക് പൂർണ്ണമായിട്ടും ഭൂമി കൊടുക്കണം എന്നുള്ളതാണ് സർക്കാരിൻ്റെ നിലപാടും സംവിധാനവും. അതനുസരിച്ച് 150ഓളം പ്ലോട്ടുകൾ ഇപ്പോൾ തന്നെ സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നാട്ടിലെ പൊതുജനങ്ങൾക്കും അറിയാം. ഭൂമി ഇല്ലാത്ത മുഴുവൻ മനുഷ്യനും ഭൂമി കൊടുക്കുക, പ്രത്യേകിച്ച് ആദിവാസികൾക്ക് അക്കാര്യത്തിൽ ഭൂമി കൊടുക്കുക, അത് സർക്കാർ പ്രത്യേകമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ തയ്യാറാക്കി. പട്ടയ മിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അതാണ്. അത് വളരെ കൃത്യമായിട്ട് ഞങ്ങൾ വിലയിരുത്തുകയും ആ നടപടിക്രമങ്ങൾ ഏറ്റവും നന്നായി പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ആദിവാസികളായിട്ടുള്ള മുഴുവൻ മനുഷ്യർക്കും ഭൂമി നൽകുന്നത് കേരളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിഗണനയിൽ വെച്ചിട്ടുള്ള കാര്യമാണെന്ന് നേരത്തെ ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, കേരളത്തിൽ ഈ കൈവശ രേഖ മാത്രം കിട്ടിയിട്ടുള്ള 536 ആദിവാസി ഗ്രാമങ്ങളെ വനഗ്രാമങ്ങളായിട്ടുള്ള ഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളായി പ്രഖ്യാപിക്കാനുള്ള നടപടി ഈ ഗവൺമെൻറ് കാലത്തല്ല എടുത്തത്. അപ്പോൾ ഭൂരഹിതരായിട്ടുള്ള മനുഷ്യനോട് ഏറ്റവും ഹൃദയത്തിൽ തൊട്ട ബന്ധവും അഭിപ്രായവും ഈ മുന്നണിക്കുണ്ട്. ഞാൻ ആരെയും തള്ളി പറയില്ല. ഭൂമി വേണം എന്നുള്ള സാധാരണ മനുഷ്യൻ്റെ ആവശ്യത്തെ ഏതെങ്കിലും വിധത്തിൽ പ്രയോജനപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ അവർക്കെല്ലാവർക്കുമുള്ള സംവിധാനത്തെക്കുറിച്ച് കൃത്യമായിട്ട് തയ്യാറായിട്ട് നമ്മൾ ഈ നിലമ്പൂരിലെ ഈ ആദിവാസി പ്രശ്നം സംസാരിക്കുമ്പോൾ ഈ സമീപകാലത്ത് വന്ന നരിവേട്ട എന്ന സിനിമ കണ്ടപ്പോൾ അതേക്കുറിച്ച് വളരെ ഹൃദയസ്പൃക്കായി താങ്കൾ എഴുതി. മുത്തങ്ങ സമരം, എ കെ ആൻ്റണിയുടെ കാലത്തുണ്ടായിരുന്ന ആദിവാസി വേട്ടയുടെ ഒരു വല്ലാത്ത ചിത്രം ഉണ്ടായിരുന്നു. ഇതെല്ലാം മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ട്. അല്ല, ഉറപ്പായിട്ടും ജോഗിയുടെ മകൾ സീതയ്ക്ക് റവന്യൂ വകുപ്പിലല്ലേ ജോലി. ജോഗി വെടിയേറ്റ് മരിക്കപ്പെട്ടൊരു പേര് മാത്രമാണ്. പക്ഷേ നരിവേട്ട കൃത്യമായിട്ട് പറഞ്ഞതുപോലെ മരണപ്പെട്ട മനുഷ്യനെ, പേരറിയാത്ത മനുഷ്യരെ കൊണ്ടുപോയി കുഴികുത്തി അതിലിട്ട് തീ കൊളുത്തുക എന്ന് മാത്രമല്ല, പഞ്ചസാര ചാക്കുകൾ നിറച്ചിട്ട് അസ്ഥി പോലും ബാക്കി കിട്ടാത്ത വിധം തീ കൊളുത്തി കൊന്ന പാരമ്പര്യം കേരളത്തിൽ UDFൻ്റെ ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്താണെന്ന് അറിയാത്ത ആരാണുള്ളത്? നമ്മൾ രാജൻ്റെ തിരോധാനത്തിലാണ് ഇത്തരമൊരു ക്രൂരകൃത്യത്തിൻ്റെ സാധ്യത, അല്ലെങ്കിൽ അങ്ങനെ ഒരു ക്രൂരകൃത്യമുണ്ട് എന്ന് മലയാളി മനസ്സിലാക്കുന്നത്. അല്ല, അതിഭീകരമായിട്ടുള്ള ഒരു മനുഷ്യവേട്ടയുടെ ചിത്രം നമ്മൾ കണ്ടല്ലോ.
അവർ ഭൂമി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരം ചെയ്തപ്പോൾ ആ സമരത്തെ തോക്കുകൾ കൊണ്ട് മറുപടി പറഞ്ഞൊരു കാലമല്ല ഇപ്പോൾ കേരളത്തിലുള്ളത്. ആ മുത്തങ്ങ സമരത്തിലുള്ള ആദിവാസികൾക്ക് മുഴുവൻ ഭൂമി കൊടുക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഇപ്പം ശരത്ത് തന്നെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച് പറഞ്ഞല്ലോ, ഒളകരയിൽ നമ്മൾ ഭൂമി കൊടുത്തതിൻ്റെ അനുഭവത്തെക്കുറിച്ച്. 44 ആദിവാസി കുടുംബങ്ങൾക്ക് 1.5 ഏക്കർ ഭൂമി എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ്. അരിപ്പ ഭൂമി സമരം ഇപ്പോൾ അതിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലായി. ഞാനും പുനലൂർ MLAയും ബന്ധപ്പെട്ടവരും ഒക്കെ ചേർന്ന് നടന്ന യോഗത്തിൽ അവസാന ഘട്ടത്തിലേക്ക് ആ കാര്യം പോയി. ആദിവാസി ഭൂമി പ്രശ്നത്തിന് സ്ഥായിയായ പരിഹാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഭരിക്കുന്ന കാലത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാലത്തും ആയുധങ്ങൾ കൊണ്ടും തോക്കുകൊണ്ടും അവരെ നേരിട്ട ചരിത്രമാണ്. അതൊക്കെ ആദിവാസികളായിട്ടുള്ള നല്ല സഹോദരങ്ങൾക്ക് മനസ്സിലാകും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം 570 അവരുടെ സഹോദരന്മാർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ഭൂമി കൊടുത്തത് ഈ ഗവൺമെൻറ് കാലത്തല്ലേ, കേന്ദ്ര ഗവൺമെൻറ് എൻ്റെ കയ്യിൽ നിന്ന് അത് സമ്പാദിച്ചെടുത്ത് സ്ഥലം കൊടുത്ത്. കേന്ദ്ര അനുമതിയും വേണ്ടതുണ്ടല്ലോ. അല്ല, അതെ, ഇത് കൊടുക്കുന്ന സാധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വനമായതുകൊണ്ട് അത്തരം ചില നടപടിക്രമങ്ങൾ വേണം. എങ്കിലും അതല്ലാത്ത സ്ഥലങ്ങൾ ഉൾപ്പെടെ ഭൂരഹിതരായിട്ടുള്ള ആളുകൾക്ക് കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ നമ്മൾ തയ്യാറാക്കി വരികയാണ്. ഇപ്പോൾ അതിൻ്റെ പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ പറ്റാത്തത് കോഡ് ഓഫ് കോണ്ടക്ട് ഉള്ളത് കൊണ്ടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം അവരുമായിട്ട് ആ കാര്യങ്ങളെല്ലാം സംസാരിക്കും. അവരിൽ നല്ല വിഭാഗത്തിനും ആ കാര്യങ്ങൾ അറിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഈ പട്ടയത്തിൻ്റെയും ഭൂമി വിതരണത്തിൻ്റെയും കാര്യം പറഞ്ഞപ്പോൾ ഒരു അനുഭവം കൂടി ഓർമ്മിപ്പിക്കാം. നവകേരള സദസ് നടക്കുമ്പോൾ ഒരു പ്രഭാതത്തിൽ ഇങ്ങനെ കൊല്ലം ബീച്ചിലൂടെ നടന്നു പോകുമ്പോഴാണ് ബീച്ചിൽ നിവാസികളായിട്ട് തലമുറകളായി പട്ടയം കിട്ടാതെ കഴിയുന്ന മനുഷ്യർ വളരെ നിരാശരായി ഒട്ടേറെ വാതിലുകൾ, ഒട്ടേറെ ഓഫീസുകളിൽ കയറി ഇറങ്ങി എന്ന് പറഞ്ഞ് ഒരു അനുഭവം ഞങ്ങളുടെ മുമ്പിലെത്തിയപ്പോഴാണ് മിനിസ്റ്ററുടെയും അതുപോലെ തന്നെ അന്ന് മന്ത്രി പി രാജീവും ഉണ്ടായിരുന്നു നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും നിങ്ങൾ അവരോട് പോയി സംസാരിക്കുകയും ചെയ്തത്. അവർക്കെല്ലാം ഭൂമി കിട്ടി. അത് നമ്മൾ മുമ്പിൽ വെച്ചിട്ടാണ് ദീർഘമായിട്ടുള്ള 30 വർഷക്കാലത്തെ ചരിത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ശരത്തിൻ്റെ രാജീവ് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ രാവിലെ പ്രഭാത സവാരിക്ക് ഇറങ്ങിയപ്പോൾ അവർ ഈ പ്രശ്നം പറയുന്നത്. 1 വർഷക്കാലം പൂർത്തിയാകുന്നതിന് മുമ്പ് അവർക്കെല്ലാം ഭൂമി കൊടുക്കാവുന്ന സംവിധാനമുണ്ട്. ഞാൻ ഈ നിലമ്പൂർ തന്നെ ആലോചിക്കുകയാണ്, 4008 കുടുംബങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ കാലയളവിൽ ഭൂമിയുടെ ഉടമസ്ഥന്മാരാക്കി. 6 വില്ലേജുകളിൽ ഈ നിലമ്പൂരിൽ റീസർവേ, ഡിജിറ്റൽ റീസർവേ നടന്നുകൊണ്ടിരിക്കുകയാണ്. 10 വില്ലേജുകൾ പുതിയ ഓഫീസ് നിർമ്മാണം പൂർത്തീകരിക്കുകയും നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സാധാരണ മനുഷ്യർക്ക് ഭൂമി കൊടുക്കുക എന്നുള്ള പ്രശ്നത്തിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്തെന്ന് പൊതുസമൂഹത്തിനറിയാം. ഈ ഗവൺമെൻറ് 2 ഗവൺമെൻറ് അധികാര കാലയളവിനുള്ളിൽ 4 ലക്ഷത്തിലേറെ മനുഷ്യർക്ക് ഭൂമി കൊടുത്ത വളരെ അഭിമാനകരമായിട്ടുള്ള അനുഭവമല്ലേ നമ്മുടെ മുമ്പിലുള്ള. അവരോടുള്ള സമീപനം ഏറ്റവും ആദിവാസി വിഭാഗമാണ് യഥാർത്ഥ ഭൂമിയുടെ ഉടമസ്ഥന്മാർ. അവർക്ക് ആ വിധത്തിൽ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പരിഗണനയും അവരോടുള്ള നിലപാടും. ഇനി റവന്യൂ മന്ത്രിയെ വിട്ടിട്ട് രാഷ്ട്രീയ നേതാവായിട്ടുള്ള കെ രാജനോട് ചോദിച്ചാൽ, ഈ ലീഗ് ആര്യാടൻ ഷൗക്കത്ത് ആര്യാടൻ കുടുംബവുമായിട്ടുള്ളൊരു വലിയ സ്പർദ്ധയുടെ ഒരു നിലമ്പൂർ അധ്യായം തന്നെയുണ്ട്. പക്ഷേ ഇപ്പോൾ കോൺഗ്രസും ലീഗും ധരിക്കുന്നത് അത് പഴയ കാലമാണ്, തുടർച്ചയായി അധികാരത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, അതുകൊണ്ട് എന്തു വിധേനയും ഇത്തരം ഭിന്നതകൾ മാറ്റി നിർത്തി ഒന്നിച്ചു പോവുക, അതുകൊണ്ട് വിജയത്തിലേക്ക് എത്തുക, പരമ്പരാഗതമായി ജയിച്ചതിൻ്റെ അനുഭവങ്ങളും കണക്കും അവർക്ക് മുമ്പിലുണ്ട്. ആ രീതിയിൽ നിലമ്പൂർ തങ്ങൾക്കൊപ്പം ഇത്തവണ നിൽക്കും എന്ന ആത്മവിശ്വാസമാണ് അവരെ മുന്നോട്ട് നയിക്കുന്നതെങ്കിൽ ശ്രീ രാജൻ്റെ എന്തായിരിക്കും അങ്ങയുടെ ഒരു കാഴ്ചപ്പാട്? ഞാൻ പറയുന്നത് ലീഗിൻ്റെ അണികൾ തുടരധികാരത്തിന് വേണ്ടി എല്ലാം മറക്കുന്നവരാണെന്ന് ഇങ്ങനെ കോൺഗ്രസ് തെറ്റിദ്ധരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. ആ തർക്കങ്ങളും ആ പ്രശ്നങ്ങളും ഒന്നും സ്ഥായിയായി അവസാനിച്ചിട്ടില്ല. അതെല്ലാം ആ വിധത്തിൽ തുടരുന്നുണ്ട് എന്ന് അവരുടെ അണികൾക്കും സാധാരണ ജീവിക്കുന്ന നാട്ടിലെ നല്ല ലീഗുകാരുടെയും മനസ്സിലുണ്ട്. ഞങ്ങൾ പക്ഷെ പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് അത്തരത്തിലുള്ള തർക്കങ്ങളൊക്കെ അവരവരുടെ പിന്നെ സംവിധാനങ്ങളായിട്ട് അവർ കൊണ്ടുപോകട്ടെ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വികസനത്തിൻ്റെ രാഷ്ട്രീയം, ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയം, മതനിരപേക്ഷയുടെ രാഷ്ട്രീയം അത് വളരെ ഗൗരവത്തോടു കൂടി പറയല്ലേ. ആരെയാണിപ്പോൾ മതനിരപേക്ഷ ഭാരതത്തിൻ്റെ മിത്രങ്ങളായി നമ്മൾ കാണേണ്ടത്? RSSന് തുല്യമായ വിധത്തിൽ ആയുധമെടുത്ത് ചോരയൊഴുക്കണമെന്ന് പ്രഖ്യാപിക്കപ്പെടുന്നതാണോ പിന്നെ ഒരു വിഭാഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാട്? അല്ല എന്നാണ് ഞങ്ങളുടെ ഉറച്ച വിശ്വാസം. എന്ന് മാത്രമല്ല, അങ്ങനെ ഉള്ള ഒരു ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണത്തിൻ്റെ പേരിൽ ന്യൂനപക്ഷങ്ങളെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുന്നൊരു കാലത്ത് അതിനവസരം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വളരെ ഗുരുതരമായിട്ടുള്ള, പ്രത്യേകിച്ച് മതനിരപേക്ഷ ഇന്ത്യയുടെ കരൾ പിളർക്കുന്നൊരു കാലത്ത് ആ നിലപാടിനെ കാലം ചോദ്യം ചെയ്യും. ഇപ്പോൾ മാത്രമല്ല, കാലം ചോദ്യം ചെയ്യും. ഈ നിലപാടൊന്നും ഞാൻ നേരത്തെ അതുകൊണ്ടാണ് പറഞ്ഞത്, വളരെ നിർണായകമായൊരു ഘട്ടത്തിൽ രാജ്യസഭയിൽ നിന്ന് പിൻവലിയുക, ഏറ്റവും അപകടകരമായൊരു ഘട്ടത്തിൽ പിന്നെ തീവ്രവാദ സംഘങ്ങളെ
മുന്നണി പോലും എടുക്കുമെന്ന് പ്രഖ്യാപിക്കുക. അത് ലീഗിനെ എങ്ങനെ ബാധിക്കും? ഇപ്പോൾ സമസ്തയുടെ സമുന്നത നേതാവായിട്ടുള്ള ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞത് 41 രൂപീകൃതമായ ജമാഅത്തെ ഇസ്ലാമി പൂർണ്ണമായും മതവിരുദ്ധമായിട്ടുള്ള ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒന്ന് തന്നെയാണ്, മതരാഷ്ട്രവാദം തന്നെയാണ്, അത് സ്വീകാര്യമല്ല. രണ്ട്, അവരുടെ പല നടപടികളും ഇസ്ലാം മതാചാരത്തിന് വിരുദ്ധമായ കാര്യം കൂടിയാണെന്ന് കഴിഞ്ഞ ദിവസം. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ വി ഡി സതീശൻ ഇങ്ങനെ ക്ലീൻ ചിറ്റ്, ആ ഫത്വ നൽകേണ്ടത് ഞങ്ങളല്ലേ എന്ന ചോദ്യം അടക്കം ഉയരുന്നുണ്ട്. ഞാൻ ചോദിച്ച ആ ഭാഗത്തേക്കല്ല. ഇങ്ങനൊരു പശ്ചാത്തലം അത് മുസ്ലിം സമൂഹത്തിലെ വളരെ ചെറിയൊരു വിഭാഗം തന്നെയുമാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം വിഭാഗത്തിൻ്റെ ഈ മനോഭാവം മുസ്ലിം ലീഗ് പോലൊരു പാർട്ടി എങ്ങനെയാണ് ഈ ധാരണയിലേക്ക് ആ മുന്നണിയെ കൊണ്ടുപോകുന്നത്? അത് അവരെ ഏത് തരത്തിൽ ബാധിക്കും എന്നാണ് വിചാരിക്കുന്നത്? സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ മഹാഭൂരിപക്ഷം വരുന്ന മുസൽമാൻ്റെ അഭിപ്രായം തീവ്രവാദത്തിനോട് ചേർന്നതല്ല എന്ന് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് പല വിധത്തിലുള്ള വർഗീയ ലഹളകളും ഉണ്ടാകാൻ ശ്രമിക്കുന്ന എല്ലാ ഘട്ടത്തിലും മതനിരപേക്ഷതയുടെ പക്ഷം പിടിച്ച് സമാധാനത്തിൻ്റെ ചിന്തകളാകണമെന്ന് വിശ്വസിച്ചവരാണ് മഹാഭൂരിപക്ഷം മുസൽമാന്മാരും അതിന് ആധികാരികമായി നേതൃത്വം നൽകിയിരുന്ന അന്നത്തെ ലീഗിൻ്റെ നേതാക്കന്മാരും. പാണക്കാട്ട് തങ്ങന്മാരുൾപ്പെടെ അന്നെടുത്ത നിലപാടുകൾ നമ്മുടെ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുകയാണ്. വലിയ വർഗീയ ലഹളകളിൽ നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്തത്തിലേക്ക് അങ്ങനെ പോകാതിരിക്കാൻ നേതൃത്വം നൽകിയ ആ നേതാക്കന്മാരെ പൂർണ്ണമായിട്ട് തള്ളിക്കളയാൻ അണികൾ തയ്യാറാകുമോ? ആ പാരമ്പര്യത്തിൽ നിന്ന് വിട്ടുപോകാൻ അവർ തയ്യാറാകുമോ? ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറഞ്ഞതുൾപ്പെടെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ മുസ്ലിം പണ്ഡിതന്മാരാണ് എന്ന് കരുതുന്നവരെല്ലാം ഈ തീവ്രവാദത്തിനെതിരായിട്ടുള്ള നിലപാടുകളാണ് ഇപ്പോൾ എടുക്കുന്നത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്. അതെ, ഞാൻ ആ പേരുകൾ ഓരോന്നോരോന്നായി പറയുന്നില്ല. കേരളം ബഹുമാനിക്കുന്ന മുസ്ലിം മതപണ്ഡിതന്മാരെല്ലാം തീവ്രവാദത്തിൻ്റെ ഭീകരതയ്ക്ക് ഞങ്ങളെതിരാണ്. അത്തരമൊരു അപകടത്തിനോട് ചേർന്ന് നിൽക്കാൻ മതനിരപേക്ഷത സാഹചര്യത്തിൽ ജനാധിപത്യവാദികൾ തീരുമാനിക്കരുത് എന്ന് പറയാതെയും പറഞ്ഞു വെച്ച് കഴിഞ്ഞു. ആ വികാരം കാലത്തിൻ്റെ ആ ചുമരെടുത്ത് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും. എത്ര വോട്ട് കിട്ടുമെന്ന് കരുതി രാഷ്ട്രീയത്തിൻ്റെ നിലപാട് മാറ്റാൻ പറ്റുമോ? രാഷ്ട്രീയ നിലപാട് കിട്ടാൻ പോകുന്ന എണ്ണത്തെ മാത്രം കരുതിയിട്ടല്ല, വരാൻ പോകുന്ന കാലത്ത് എങ്ങനെ മനുഷ്യനെ പോലെ നാട്ടിൽ ജീവിക്കാൻ പറ്റും എന്നുള്ളതിൻ്റെ ഭാഗമായി നാം ഉയർത്തിപ്പിടിക്കുന്ന ചിന്തകളാണ്. ഈ തീരുമാനം അവരുടെ വോട്ട് കൂട്ടുമോ അതോ അവരുടെ കയ്യിലുള്ള വോട്ടുകളടക്കം കുറയ്ക്കാനിടയാക്കും? ഉറപ്പായിട്ടും കയ്യിലുള്ള വോട്ടുകളടക്കം. കാരണം ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തെ പോലും ജനങ്ങൾ ചിന്തിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്നവരുടെ പോലും മനസ്സിലുള്ളത് ഒരു മതനിരപേക്ഷമായിട്ടുള്ള കേരളമാണ്, തർക്കമില്ലാത്തൊരു കേരളമാണ്, കലാപമില്ലാത്തൊരു കേരളമാണ്. കലാപം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പക്ഷം ചേരുന്നത് ഒരു രാഷ്ട്രീയത്തിലും ഏതെങ്കിലും വിധത്തിൽ സാധാരണ മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാകില്ല. അത് തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ ബോധ്യപ്പെടും എന്തിനു വേണ്ടിയാണോ ആ കൂട്ടുകെട്ടുണ്ടാക്കിയത്. ഇപ്പോൾ പല ഘട്ടത്തിൽ ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത ശരത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് നേരത്തെയും ഇത്തരം കൂട്ടുകെട്ടുകൾ ധാരാളമായിട്ട് UDF ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതെല്ലാം അവർ പറഞ്ഞൊഴിയാറാണ് പതിവ്. ഞങ്ങൾ നേരിട്ടല്ല, ഞങ്ങളെ പിന്തുണച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, സ്ഥാനാർത്ഥിയോട് വോട്ട് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ പറ്റും. ഇതെല്ലാം ആ സീമകളെല്ലാം വിട്ടു ആധികാരികമായി ന്യായീകരിച്ച് വേണമെങ്കിൽ അൻവറിനെ ആക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ മുന്നണി പ്രവേശം പിന്നെ ഇവരെ ആക്കാം എന്ന് പറയാതെ പറഞ്ഞു വെച്ച് കഴിഞ്ഞല്ലോ. ഇനി അതിലെന്താണ് ഇനി ബാക്കിയുള്ളത്? 23 കഴിഞ്ഞാൽ ഏതാണ്ട് മുന്നണിയായി പോകും എന്ന് പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ ഘടകകക്ഷിയെപ്പോലെ ആദരിക്കുന്ന വിധത്തിലുള്ള പ്രസ്താവന നടത്തി വെള്ളപൂശി കഴിഞ്ഞു. കോൺഗ്രസിനെ തന്നെ എല്ലാവരുടെയും അഭിപ്രായം അതായിരിക്കുന്നു ഞാൻ കരുതുന്നില്ല. തെരഞ്ഞെടുപ്പിൽ പറയുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ ലീഡർഷിപ്പിലെ തന്നെ എല്ലാവരുടെയും അഭിപ്രായം ഈ നിലവാരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കേവല താല്പര്യത്തിനാണെങ്കിലും അങ്ങനെ കൊണ്ടുപോകരുത് എന്ന അഭിപ്രായം ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളവർ കൂടി ഉള്ളതാണല്ലോ ആ പാർട്ടി, എന്നാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസം. അത് വലിയ തിരിച്ചടിയായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ അവർ നേരിടാൻ വേണ്ടി പോവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പം PV അൻവർ ഇവിടെ വന്ന് മത്സരിക്കുന്നൊരു സാഹചര്യമുണ്ട്. അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം എന്ന് ഇടതുമുന്നണി എങ്ങനെ കാണുന്നത്? കാരണം 9 വർഷം ഇടതുപക്ഷത്ത് നിൽക്കുന്ന ഒരു MLA ആയി നിലമ്പൂരിൽ നിന്നയാളാണ്. ഒടുവിൽ ഇടതുപക്ഷത്തെ വലിയ ആക്ഷേപങ്ങൾ ചൊരിഞ്ഞ് ഇറങ്ങിപ്പോയി. എന്നാൽ ഉന്നയിച്ചതൊന്നും ശരിയായിരുന്നു എന്ന് സമൂഹത്തിന് മുമ്പിൽ തെളിയിക്കാനായില്ല. UDFൽ കയറാൻ നോക്കി, നടന്നില്ല. വീണ്ടും ഇതേ നിലമ്പൂരിൽ വന്ന് മത്സരിക്കുന്നു. UDFകാർ പറയുന്നത് അൻവർ പിടിക്കുന്ന വോട്ട് ഇടതുപക്ഷത്തിൻ്റേതാകും എന്നാണ്. എന്നാൽ ഇടതുപക്ഷക്കാരും കൂടെ പോയതായിട്ട് കാണാനുമില്ല. UDFൻ്റെ ആ ആശ്വാസത്തിന് എന്താണ് മന്ത്രിയുടെ മറുപടി?
കാത്തിരുന്ന് കാണാൻ. ഞങ്ങൾ കാണുന്നത് ഈ തെരഞ്ഞെടുപ്പ് ഐക്യജനാധിപത്യ മുന്നണിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും തമ്മിലുള്ള ഒരു പരസ്പര രാഷ്ട്രീയ സമരമാണ്. മത്സരിക്കുന്നവർ ഒരുപാടുണ്ടാവും. കേരളത്തിൻ്റെ ഒരു ജനാധിപത്യ പ്രത്യേകത വെച്ച് അതിനെല്ലാം ഒരു പ്രയാസവും ഉണ്ടാകില്ല. തെരഞ്ഞെടുപ്പിൻ്റെ മത്സരം പൂർണ്ണമായിട്ടും ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ളതാണ്. ആ മത്സരത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്നെ വലിയ മുന്നേറ്റം തന്നെയായിരിക്കും ഉണ്ടാവുക. ഒരു വിധത്തിലും ഏതെങ്കിലും ഒരു തരത്തിൽ UDFൻ്റെ പ്രതീക്ഷകൾക്ക് ഒരു ചെറിയ ശതമാനം പോലും ഇടം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കില്ല. എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുന്നില്ല. ആ സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ തള്ളി പറഞ്ഞത്, ഞങ്ങളൊരിക്കലും ഒരു സ്ഥാനാർത്ഥിയെയും തള്ളി പറഞ്ഞിട്ടില്ല. UDFൻ്റെ സ്ഥാനാർത്ഥി ഏറ്റവും കൂടുതൽ തള്ളിപ്പറയുകയും അദ്ദേഹം ഉണ്ടാകുന്ന ഒരു ദുരന്തമാണെന്ന് വരെ പ്രഖ്യാപിക്കുകയും ചെയ്ത ആരാണെന്ന് പഴയ കഥകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. അതുകൊണ്ട് നിലമ്പൂരിനെ അങ്ങനെ കുറച്ച് കാണരുത്. UDFിനോട്ടുള്ള ഞങ്ങളുടെ അഭ്യർത്ഥന, നിലമ്പൂരിൻ്റെ ഒരു പാരമ്പര്യത്തെ അങ്ങനെ കുറച്ച് കാണരുത്. ഏതെങ്കിലും വിധത്തിൽ കൂട്ടുകെട്ടുണ്ടാക്കിയാൽ, എന്തെങ്കിലും പൊടിക്കൈയിട്ടാൽ, 10 സൈബർ പോരാളികളെ ഇറക്കി മുഖ്യമന്ത്രി മുതൽ ഇങ്ങോട്ടുള്ളവരെ ചീത്ത വിളിച്ചാൽ ജനങ്ങളുടെ മനസ്സ് മാറും എന്നുള്ളതാണെങ്കിൽ അതിനുള്ള മറുപടി 19-ാം തീയതി അവർ കൊടുക്കും. കേരളം 23-ാം തീയതി അത് കാഴ്ചയായിട്ട് കാണും. അതായത് ആര്യാടൻ്റെ വലിയ സ്വാധീനത്തിന് അന്ത്യം കുറിച്ചാണ് അവിടെ ഇടതുമുന്നണി ജയിച്ചു വരുന്ന ഒരു സാഹചര്യം നിലമ്പൂരിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയിലേക്ക് തന്നെ ഒരു സംശയവുമില്ലാതെ നിലമ്പൂർ മാറുന്നു, അവിടേക്ക് നീങ്ങുന്നു എന്നാണോ? ഉറപ്പായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തന പദങ്ങളിൽ തന്നെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാലമാണ്. നമ്മൾ നേരിട്ട് കാണുകയല്ലേ, താഴത്ത് പോകുമ്പോൾ ആളുകളിൽ നിന്ന് മനസ്സിലാക്കുകയല്ലേ. ആ മുന്നേറ്റം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർച്ചയാണ്. ഈ നിലമ്പൂരിലെ തുടർച്ച തുടർന്നുള്ള കേരളത്തിൻ്റെ പൊതുവികസനത്തിന് ആക്കം കൂട്ടാൻ പറ്റുന്ന ഒരു അടിസ്ഥാന ഘടകമാണ്. 9 വർഷക്കാലമായി നിലമ്പൂരിലെ ലഭ്യമായിട്ടുള്ള ആഘോഷങ്ങളെല്ലാം, അതായത് 9 മാസക്കാലം ലഭിച്ചതിനെക്കുറിച്ചും 9 വർഷക്കാലം ലഭിച്ചതിനെക്കുറിച്ചും നേട്ടങ്ങളെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് ഈ നിലമ്പൂരിൽ നടത്തിയിട്ടുള്ള എല്ലാ ആഘോഷങ്ങളുടെയും പിന്നിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന നയവും അതിൻ്റെ തീരുമാനവും അത് നടത്തിയ സംഭാവനയുമാണ്. അത് ജനങ്ങൾ കാണുകയല്ലേ, അത് അവരനുഭവിക്കുകയല്ലേ. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസത്തിലാണ് ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നത്. ഘടകങ്ങൾ വളരെ അനുകൂലമാണ്. നിലമ്പൂരിലെ ഇടതുമുന്നണിയുടെ വിജയം അത് കേരളത്തിന് മുമ്പിൽ ഒരു പുതിയ കാലത്തിലേക്കുള്ള ഇടതുപക്ഷത്തിൻ്റെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള മുന്നോട്ട് പോക്കിൻ്റെ സൂചന കൂടിയായിരിക്കും എന്നാണ് റവന്യൂ മന്ത്രി ശ്രീ രാജൻ നമ്മളോട് ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ച് പറഞ്ഞവസാനിപ്പിച്ചത്.